ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പിക്കോ. ഇനിയുള്ള സമയം നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. കണ്ണടച്ചോളൂ. അടുത്ത് നിൽക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ്ട. മറിച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ ഉണ്ടാവണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ തലയ്ക്കകത്തുണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ പോകുന്ന സമയമാണ്. രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിനക്ക് അത്ഭുതകരമായ രോഗസൗഖ്യമായിട്ട് മാറും. മാനസിക ദുഃഖങ്ങളുള്ളവർ പ്രാർത്ഥിച്ചുകൊള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ ശക്തമായൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബലപ്പെടുത്തണമേ. ഏതെങ്കിലും തരത്തിൽ ക്ഷീണിച്ചിട്ടുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ഭാരങ്ങളുള്ളവർ പ്രത്യേകം നന്നായിട്ട് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷ സമയമാണിത്. തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിൽക്കാനല്ല, മറിച്ച് നീ ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് വലിയ സ്വാതന്ത്ര്യത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നെ അറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന എൻ്റെ ദൈവം, മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ രൂപം കൊള്ളുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ദൈവം, ഇതാ ആ ദൈവ സാന്നിധ്യം നിന്നെ ശക്തമായ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നീ വിശ്വസിക്കുക, എന്നിൽ കർത്താവ് ഇടപെടുന്നു. നിന്നെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. സങ്കീർത്തകൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ആദിമ ക്രൈസ്തവ ജനത അനുഭവിച്ച അതേ അഭിഷേകം എൻ്റെ മേലും വെളിപ്പെടട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കളിലേക്കും വെളിപ്പെടട്ടെ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാ ദൈവജനം ഒരുമിച്ച് ആദിമ ക്രൈസ്തവ ജനത സ്വീകരിച്ച അതേ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം. ഈ ശുശ്രൂഷ വ്യത്യസ്ത മേഖലകൾ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലോ, നീ യാത്രയിലാണെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊള്ളൂ. നീ ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊള്ളൂ. നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും യേശു നിന്നിൽ ഇടപെടുന്ന സമയമാണ്. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തപ്പെടുന്ന സമയമാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഇന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവമക്കൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടുന്ന സമയം. ഓരല്ലോ നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ദൈവിക ശക്തി വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, നിന്റെ ശക്തി ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ, ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതകരമായ വിടുതലും അത്ഭുതകരമായിട്ടുള്ള രക്ഷയും അനുഭവിക്കാം. നമുക്ക് വിളിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ, നമുക്ക് ചേർത്ത് പിടിക്കാൻ, നമുക്ക് കരയാൻ ഒരു പേരുണ്ട്. ആ പേര് യേശു എന്നാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന അഭിഷേകം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനമാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 12.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. 12-ാം തിരുവചനം വായിച്ചോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒന്നും കൂടെ വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. 12-ാം തിരുവചനമാണ്. 11-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. 11-ാം തിരുവചനം. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ നമുക്ക് നൽകുന്ന വലിയൊരു അഭിഷേകത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കൃപ നൽകി. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? പറ, ഒച്ചത്തിപ്പറ, അല്പം കൂടെ ഒച്ചത്തിപ്പറ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി, അല്ലേ? ദൈവം മനുഷ്യാവതാരം സ്വീകരിച്ചു, അതാണ് ക്രിസ്മസ്. എന്നാൽ ഇത് ദൈവം ചെയ്ത ഭാഗം, അതൊരു ഫസ്റ്റ് പാർട്ടാണ്. ദൈവം ചെയ്ത് ദൈവം മനുഷ്യനായി നമ്മളോടൊപ്പം, അതിനെയാണ് ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞങ്ങൾ ക്രിസ്മസിന് നക്ഷത്രം തൂക്കി, പുൽക്കൂട് ശരിയാക്കി, കേക്ക് കൊടുത്തു, കേക്ക് തിന്നു. ഞങ്ങൾ എന്നാ ചെയ്യാനാ? നമ്മൾ മനുഷ്യർ എന്താവണം? ദൈവമക്കൾ. ഇപ്പൊ നമ്മൾ സാധാരണക്കാരല്ലേ? നമ്മൾ എന്താവണം? ദൈവത്തിന്റെ മകനാവണം, മകളാവണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസ് അങ്ങനെയെങ്കിലേ ക്രിസ്മസ് ആകത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവമക്കളായിട്ട് മാറണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26. 3-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം വായിച്ചാലോ? 3:26 നല്ല വചനമാണ്, വായിച്ചോ കേട്ടോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 26-ാം തിരുവചനം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന്റെ 4-ാം അധ്യായം 5, 6, 7 ഒന്നും കൂടെ വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5, 6, 7. 4-ാം അധ്യായം 5, 6, 7 വായിക്കാം. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നെക്സ്റ്റ് സെന്റൻസും കൂടെ വായിച്ചേ. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനിമേൽ നീ ദാസനല്ല, ഇനിമേൽ നീ മറ്റുള്ളവരുടെ അടിമയല്ല. നമ്മൾ പലതിനും അടിമകളാണ്, അല്ലേ? ഒരു പക്ഷെ മറ്റുള്ളവർ പറഞ്ഞൊരു വാക്കായിരിക്കും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അയ്യോ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ആ വാക്കുകൾക്ക് അടിമയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ അടിമപ്പെടുത്താം. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അത് നീ ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, അല്ലേ? നീ അടിമയായി പോകും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണ്? ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, അടിമയല്ല, പിന്നെയോ പുത്രനാണ്, നീ പുത്രിയാണ്.
പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ആമേൻ, ആമേൻ. തിരുവചനം നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു സ്ഥാനമുണ്ടെന്ന്, നമുക്കൊരു വിലയുണ്ടെന്ന്, നമ്മൾ നിസ്സാരക്കാരല്ലെന്ന്, നമ്മൾ ആരാണ്? ദൈവമക്കളാണെന്ന്. നമ്മൾ ദൈവമകനാണ്, ദൈവമകളാണ്. ദൈവമകനും ദൈവമകൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. മക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതല്ല പല വീട്ടിലെയും പ്രശ്നം അല്ലേ? അതല്ല വലിയ വീട്ടിലെ പ്രശ്നം. കല്യാണം കഴിച്ച് പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ചിന്ത, അപ്പൻ്റെ സ്വത്ത് ഒത്തിരി ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല കാര്യമായിട്ട്, ഇപ്പം പോയി ചോദിക്കാം, നിയമം എനിക്ക് അനുവാദമുണ്ട് അല്ലേ? ഇപ്പം ചെല്ലുക, വീട്ടിലെ ഭർത്താവ് പിരികേറ്റി വിടും, എടി ചെല്ലടി ചെല്ലടി, അയ്യോ ചേട്ടാ കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഇനി എന്നാന്നും പറഞ്ഞ് ചെല്ലും, അല്ലടി ഇപ്പം ചെല്ല്, നമുക്ക് അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കാം. എന്നാൽ അപ്പോഴത്തേക്ക് ചെടുത്തി പയ്യെ സാവധാനം ചെല്ലും അല്ലേ? അവിടുന്ന് കുറേ തെറി കേൾക്കും, തിരിച്ചു പോരും. അപ്പോൾ ഭർത്താവ് പറയും, ഇത് കിട്ടിയില്ലെങ്കിൽ നീ വരണ്ട, നീ അവിടെ പോയി നിന്നോ. അയ്യോ എന്തെല്ലാം കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടം പോലെ കേസുകളാണ്, ഇഷ്ടം പോലെ കേസ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ആ കേസല്ല. നീ ദൈവമകനാണ്, ദൈവമകളാണെങ്കിൽ നിനക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൻ സ്വർഗസ്ഥനായ പിതാവ് നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ചേട്ടൻ ചിന്തിക്കുവാണ്, എനിക്ക് സാമ്പത്തിക പിരിമുറുക്കം, എന്ത് ചെയ്യും എന്ത് ചെയ്യും, കടബാധ്യത കടബാധ്യത കടബാധ്യത, വലിയ ഭാരം തലയ്ക്കകത്ത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. ഓർത്തെ, ഈ സമ്പത്തിന്റെ ഉടയവൻ ആരാ? ദൈവമല്ലേ? നിനക്കൊരപ്പനില്ലേ? അപ്പൻ്റെ കയ്യിൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്തുണ്ടല്ലോ. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. നീ നിൻ്റെ അപ്പനോട് പറയുമ്പോൾ, നിൻ്റെ അപ്പൻ്റെ സാന്നിധ്യം സ്വീകരിക്കുമ്പോൾ നിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. ആമേൻ, ആമേൻ. അതല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, നിന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു ഉറപ്പ്, ഈ ദിവസങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട ഉറപ്പ് എന്താണെന്നറിയാവോ? എൻ്റെ അപ്പൻ സകലത്തിൻ്റെയും അധിപനായ ദൈവമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? എനിക്കൊരപ്പനുണ്ട്. ശ്രദ്ധിപ്പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങളിൽ അടിമപ്പെട്ട് ഭാരപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഈ തിരുവചന ശുശ്രൂഷയിൽ കർത്താവ് തരുന്ന ഏറ്റവും വലിയ കൃപ എന്താ? ആ അടിമത്തത്തിന്റെ നുകത്തെ നീ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് നിനക്ക് കിട്ടുന്ന ഈ വലിയൊരു സ്ഥാനം, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്, ഈ വലിയൊരു സ്ഥാനം അംഗീകരിക്കാനുള്ള വലിയൊരു കൃപ. ഇത് അംഗീകരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകൾ ഒരു വിശുദ്ധീകരണം വേണമെങ്കിൽ അത് നീ ഏറ്റെടുക്കണം. നീ അത് ഏറ്റെടുക്കുന്നതനുസരിച്ച് അത് നിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാണ് ശ്രദ്ധിച്ചേ, നമ്മൾ കുമ്പസാരിക്കുന്നത്. കുമ്പസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപമേഖലകൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവമക്കളുടെ വലിയൊരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള അടിമത്തങ്ങളൊക്കെ പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്മസ് അല്ലേ? കുമ്പസാരിച്ചോ? നല്ല കുമ്പസാരമൊക്കെ നടത്തി വേണം ഈ തിരുപ്പിറവി ആഘോഷിക്കാൻ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഇത് നമ്മൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. പോരാ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. ദൈവമകനാണ്, ദൈവമകളാണ്. ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ്. ഓരോ വ്യക്തിയും പറഞ്ഞേ, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്. പറഞ്ഞേ, യെസ് യെസ്, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. പറഞ്ഞേ, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വലിയൊരു സൗഖ്യം കിട്ടും. അങ്ങനെ പറയുമ്പോൾ അർത്ഥം എന്നാണെന്നറിയോ? നമ്മൾ ആരുടെ മക്കളല്ല. കേട്ടില്ല? സാത്താന്റെ മക്കളല്ലെന്ന്. നമ്മൾ സാത്താന്റെ മക്കളല്ല, നമ്മൾ ദൈവമക്കളാണ്. ഇത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ചിലർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? ഓർത്താ മതി. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചോ. ഇത് ദൈവം തരുന്ന വലിയൊരു സ്ഥാനമാണ്. ദൈവമകനാവാൻ, ദൈവമകളാവാൻ ദൈവം നിനക്ക് വേണ്ടി ഉയർത്തിയൊരു സ്ഥാനമാണ്. ഈ ദിവസങ്ങൾ നീ ശ്രദ്ധിക്കണം. സ്വർഗം നിനക്ക് വേണ്ടി
വലിയ കൃപ തന്നതാണ് യേശു എന്ന വ്യക്തി. സ്വർഗം ദൈവപുത്രൻ ഇതാ നിന്റെ പക്കലേക്ക് മനുഷ്യാവതാരം ചെയ്തപ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് നീ എടുക്കേണ്ട നിലപാടാണ്, ഇതാ എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തണം. ഓരോ വ്യക്തിയും ചിന്തിച്ച് ദൈവമകനാകാൻ, ദൈവമകളാവാൻ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും മേഖലകൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകൾ ശ്രദ്ധിക്കണം. കർത്താവെ, ആ മേഖലകൾ മുഴുവൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. എന്നെ പൈശാചികമായി പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയണം. ഒരു ദൈവമകനാകാൻ, ദൈവമകളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് നാമം വിളിച്ച് സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ സ്വഭാവത്തെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സ്വഭാവത്തിൽ ഏതൊക്കെ മേഖലകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ആ മേഖലകളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകണമേ. നല്ല കുംഭസാരം നടത്താൻ, നല്ലൊരു അനുതാപ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഞങ്ങൾ ഒരുക്കണമേ. ഈ അനുഗ്രഹീത നാളുകളിൽ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഞങ്ങൾക്കൊരു അപ്പനുണ്ടെന്ന് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം നൽകണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. യെസ്. ആമേൻ. ആമേൻ. യേശുവേ, നിനക്കായിട്ട് തുടിക്കുന്നു. ആമേൻ. എല്ലാവരും ആമേൻ പഠിക്കേ. അവനല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എൻ്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. സ്വയം വിശുദ്ധീകരിക്കുക.